എന്നിട്ട് സമത്തയുടെ മേൽ ആക്ഷേപം. പ്രധാനപ്പെട്ട 2 ആക്ഷേപങ്ങളാണ് അന്ന് ഉന്നയിച്ചത്. ഒന്ന്, സമത്തയെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു, സമത്തയെ ലീഗിന്റെ ആലയിൽ കെട്ടിയിരിക്കുന്നു എന്ന ആക്ഷേപം. അങ്ങനെ വിമർശനം തുടങ്ങിയപ്പോ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുന്ന ആന്റി ലീഗുകാരെല്ലാം കൂടി സടകുടഞ്ഞെഴുന്നേറ്റു. ലീഗ് വിരോധികൾ. അവർക്ക് മനസ്സിലായി വിറ്റളെ കൊണ്ടിടന്നാ പറ്റും. അവർക്കങ്ങനെ തോന്നി. അവരെല്ലാം കൂടി ഈ മാറാപ്പ് തലയിൽ വെച്ചു. അന്ന് അവർക്ക് ഭരണമുള്ള കാലോ. പക്ഷെ പിന്നീട് അതിൽ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഇല്ല എന്ന് കണ്ടപ്പോ അവരെ താഴെ വെക്കുകയും ചെയ്തു. ഇപ്പൊ അത്ര തന്നെയല്ല അന്നത്തെ അത്ര. എന്താ ലാഭമല്ല എന്ന് അവർക്ക് തോന്നി. കാരണം ആരാ ഭരണത്തിൽ വരുന്നു അവരൊക്കെ സ്വീകരിക്കാൻ പോകുന്നു. ഇവർക്ക് പിന്നെ തിരിഞ്ഞ്. അന്ന് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. ഗൌഡ വന്നാൽ ഗൌഡനെ സ്വീകരിക്കും, വാജ്പേയി വന്നാൽ വാജ്പേയിനെ സ്വീകരിക്കും, അന്തോണി വന്നാൽ അന്തോണിനെ സ്വീകരിക്കും, കരുണാകരൻ വന്നാൽ കരുണാകരനെ സ്വീകരിക്കും, സാക്ഷാൽ സ്വർഗത്ത് പുറത്താക്കപ്പെട്ട ഇബിലീസ് പ്രധാനമന്ത്രിയായ ഇബിലീസിനെ സ്വീകരിക്കും. അല്ലേ? മൂപ്പർക്ക് പേപ്പറിൽ പോട്ടം വന്നാൽ മതി. സുന്നത്തി ജമാഅത്ത് എന്നാ സംരക്ഷിക്കപ്പെടും. ദീനല്ലേ, അള്ളാന്റെ ദീന്. മൂപ്പര കയ്യിൽ സുരക്ഷിതല്ലേ? അത് കേട്ടുകാലുണ്ടോ ലോകത്തുകാർക്ക്? പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് സമത്തനെ ലീഗിന്റെ ആലയിൽ കെട്ടിന്ന് ആക്ഷേപിച്ചു. സമത്തക്കാരൊക്കെ ലീഗുകാരാണ്, അതുകൊണ്ട് ചുകാവലാണ്. അപ്പൊ ലീഗ് വിരോധമുള്ള കുറച്ച് ആൾക്കാർക്ക് ഇയാളെ കൊണ്ടുവരുന്ന തിരക്കെല്ലാം തോന്നി. അങ്ങനെയുള്ള അന്ന് കൊണ്ടുവരുന്ന യഥാർത്ഥ ആളാണല്ലോ. വസ്തുത ഏതാണ്? ആരെന്ത് പറഞ്ഞാലും ഞാൻ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളല്ല, ഉള്ളത് പറയുന്ന ആളാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു, സമത്തനെ ലീഗിന്റെ ആലയിലും കെട്ടിയിട്ടില്ല, ലീഗിനൊട്ട് സമത്തന്റെ ആലയിലും കെട്ടിയിട്ടില്ല. കാരണം ഇത് മറ്റൊന്നിന്റെ ആലയിൽ ഇത് കൊള്ളൂല, കെട്ടാൻ കോലല്ല. രണ്ടിന്റെയും പ്രവർത്തന മേഖല 2ആണ്. രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്. ഇപ്പൊ കണ്ടോ, ജനകീയ ആസൂത്രണത്തിനെ കുറിച്ച് ലീഗ് എന്തൊക്കെ അഭിപ്രായം പറയുന്നത്? സമസ്ത മുഷാവറ ഇതുവരെ ജനകീയ ആസൂത്രണത്തെ പറ്റി മുണ്ടിയിട്ടില്ല, സമസ്തയിൽ ഇടപെടുന്നില്ല. കാരണം സമസ്തന്റെ അജണ്ടയിൽ അതില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ. അതായത് രണ്ടിന്റെയും പ്രവർത്തന മേഖല 2ആണ്, രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്. ഉദാഹരണം, കാറും ലോറിയും ബസ്സും ജീപ്പും ഒക്കെ റോട്ടിലൂടെ സഞ്ചരിക്കുന്നു, ട്രെയിനും ഗൂഡ്സും ഒക്കെ റെയിൽപാളത്തിലൂടെ സഞ്ചരിക്കുന്നു. രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്. എന്നാ ചില ക്രോസിംഗിലൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, അത് തട്ടിമുട്ടാതിരിക്കാനുള്ള ഏർപ്പാടും ഉണ്ടാവും. രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്. അതിനിടയിൽ ഒരു മൊയിലേര് വന്നിട്ട് പറഞ്ഞു, കൂട്ടരെ തീവണ്ടി റോട്ടിൽ കൂടി പോണു പറഞ്ഞു. അപ്പൊ ഇത് പോകൂലെന്നറിയാത്ത കുറച്ച് കുട്ടികൾ അല്ലാഹു അക്ബർ പറഞ്ഞു ഇയാളെ പിന്നാലെ പോയി. ഞങ്ങൾ അന്നേ പറഞ്ഞു തീവണ്ടി അങ്ങനെ റോട്ടിൽ കൂടി പോകൂല, ലീഗ് അങ്ങനെ സമത്വ ആവൂല, സമത്വട്ട് ലീഗും ആവൂല, ഇത് രണ്ടും 2ആണ്. രണ്ടിന്റെയും സഞ്ചാര പദം 2ആണ്, പ്രവർത്തന മേഖല 2ആണ്. അതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിന്റെ ആലയിൽ തളച്ചു എന്ന് പറഞ്ഞ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നതിലുപരി വിവരദോഷവും കൂടിയാണ്. മണ്ടത്തരത്തിനുള്ള നോബൽ സമ്മാനം ഇങ്ങനെ ആരോപിച്ചവർക്ക് നാം ശുപാർശ ചെയ്യുന്നു, അവർക്ക് കൊടുക്കാവുന്നതാണ്. 2ആണ്. എന്നാൽ പിന്നെ സമത്വ നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്വമുണ്ട്. നമ്മളത് നിഷേധിക്കണില്ല, മുമ്പും നിഷേധിച്ചിട്ടില്ല, ഇപ്പോഴും നിഷേധിക്കണില്ല. നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. മർഹൂം ബാഫഖി തങ്ങള്, പൂക്കോയ തങ്ങള്, നബറല്ലാഹു തആല മർഖദഹുമ ആമീൻ, ഇവർ 2 പേർക്കും ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്വവും നേതൃത്വവും ഉണ്ടായിരുന്നു. ബാഫഖി തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സമത്വയുടെ ഖജാൻജിയും ആയിരുന്നു. പൂക്കോയ തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും ആയിരുന്നു. ഒരേ സമയത്ത് ദ്വയാംഗത്തുള്ള നേതാക്കളാണ്. എന്നെ പോലുള്ള പല പ്രവർത്തകർക്കും ദ്വയാംഗത്വമുണ്ട്, നമ്മൾ നിഷേധിക്കണില്ല. അതാണ് നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. ഈ ദ്വയാംഗത്വമാകട്ടെ
ഈ പുറത്താക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ സമത്വയെ വിമർശിക്കുന്ന ആളുകൾ സമത്വയുടെ വയസ്സും ജോയിന്റും ഒക്കെ ആകുന്ന കാലത്തും ഉണ്ടല്ലോ. ബാപ്പയ്ക്ക് തങ്ങൾക്ക് ദ്വയാംഗത്വം ഉണ്ടാകുമ്പോൾ ഇവർ വിമർശനം കൂടാതെ സമത്വയെ അംഗീകരിച്ച് സമത്വയോടൊപ്പമുണ്ട്. പൂക്കോയ തങ്ങൾക്ക് ദ്വയാംഗത്വം ഉണ്ടാകുമ്പോൾ ഇവർ സമത്വയെ വിമർശിക്കാതെ സമത്വയോടൊപ്പമുണ്ട്. പിന്നെ പിൽക്കാലത്ത് ഈ പേര് വിമർശിക്കേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ വിമർശനം അടിസ്ഥാനരഹിതവും അതിലുപരി വിവരദോഷവും, അങ്ങനെ ആക്ഷേപിക്കേണ്ടതില്ല. പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഏതൊരു മതസംഘടനയിലുമാണോ സ്വാഭാവികമായും അവർക്ക് ഈ രണ്ട് സംഘടനയോടും അനുഭാവം ഉണ്ടാകും, കൂടുതൽ ഉണ്ടാകുമ്പോൾ. അങ്ങനെ വന്നുപോയി. ആ സംഘങ്ങൾക്കിടയിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കേണ്ടത് മുസ്ലിം വിരോധികളുടെ ആവശ്യമാണ്. ഭൂരിപക്ഷം വരുന്ന സമുദായത്തില്, മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കേണ്ടത് മുസ്ലിം താൽപര്യക്കാരുടെ ലക്ഷ്യമല്ല, മുസ്ലിം വിരോധികളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ലീഗും സമത്വയും അനാവശ്യമായ ഒരു സംഘർഷത്തിലേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ പറയാൻ മടിക്കുന്നില്ല. അനാവശ്യമായൊരു സംഘർഷം ആവശ്യമല്ല. എന്തുകൊണ്ട്? നമ്മുടെ മദ്രസയെ, നമ്മുടെ ദർസിനെ, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ, ഇസ്ലാമികമായ അഭിവൃദ്ധിയെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ആലയിൽ കെട്ടിയത് കൊണ്ടല്ല, പിന്നെ സമൂഹത്തിന്റെ മൊത്തമായ നന്മ മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുകൊണ്ടാണ്. ആത്മാർത്ഥത ആരെങ്കിലും ചോദ്യം ചെയ്യുന്നെങ്കിൽ ദൈവം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ